കോഴിക്കോട് മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഖാദി മേളയ്ക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. മേളയോടനുബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് എംപോറിയത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഖാദി തൊഴിലാളികളെ സംരക്ഷിക്കപ്പെടുന്നതിനും അതിൻ്റെ ഖാദിയുടെ കെട്ടിടങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെല്ലാം വേണ്ടി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സർവോദയ സംഘങ്ങൾക്ക് പദ്ധതികൾ വയ്ക്കുമ്പോൾ ഒരു പ്രയാസമുണ്ടാവുന്നത് എന്ന് പറയുന്നത് 50% സർവോദയ സംഘങ്ങൾ വെച്ചാൽ മാത്രമാണ് ജില്ലാ പഞ്ചായത്തുകൾക്ക് ആ പദ്ധതിയുടെ ബാക്കി ഫണ്ട് ചെലവഴിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു പ്രയാസം കൊണ്ടാണ് സർവോദയ സംഘങ്ങൾക്ക് വേണ്ട വിധത്തിൽ നമുക്ക് ഫണ്ട് ചെലവഴിക്കാൻ സാധിക്കാത്തത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ സർവോദയ സംഘങ്ങൾ അതിന് തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തരാൻ തയ്യാറാണ്. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് സർക്കാർ അനുവദിച്ച 30% ഗവൺമെന്റ് റിബേറ്റിന്റെ ഉദ്ഘാടനം സിനിമാ നടനും സംവിധായകനുമായ ജോയ് മാത്യു നിർവഹിച്ചു. മജീദ് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. കോഴിക്കോട് സർവോദയ സംഘത്തിന്റെ 40 വർഷം തികയുന്നതിനോടനുബന്ധിച്ച് നടപ്പിലാക്കിയ സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പ് കൗൺസിലർ SK അബൂബക്കർ നിർവഹിച്ചു. കേരള സർവോദയ മണ്ഡലം വൈസ് പ്രസിഡന്റ് P ബാലകൃഷ്ണൻ, പ്രകൃതി സൈക്കോളജിസ്റ്റ് ഡോക്ടർ MC സൗമ്യ, പ്രൊവിഡൻസ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് മിനിഷ SC എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കോഴിക്കോട് സർവോദയ സംഘം പ്രസിഡന്റ് KK മുരളീധരൻ അധ്യക്ഷനായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള നിരവധി ഖാദി ഉൽപ്പന്നങ്ങൾ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. 2024 ജനുവരി 6 വരെ നീണ്ടു നിൽക്കുന്ന മേളയുടെ പ്രവൃത്തി സമയം രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.